എന്തിനു കവറാങ്ങിയത്? നമ്മളെ പച്ചക്കറിക്ക് വന്നതാണ്. ഇവിടെ കുറച്ച് പുല്ലരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് മഴ പെയ്തപ്പോഴേ ആകെ പുല്ലായി. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ തന്നെ പേടിയാണ് പറഞ്ഞപ്പോൾ. അപ്പോൾ നമ്മൾ പുലയിൽ തുടങ്ങുകയാണ്. തുടക്കത്തിൽ തന്നെ നമ്മൾ പുല്ലരിയാൻ വന്നപ്പോഴേ കണ്ട കാഴ്ചേ ഇതാട്ടോ. ഇവിടെ പുല്ലിൻ്റെ ഇടയിലാട്ടോ അപ്പോൾ ഇതൊക്കെ ഉള്ളത്. ഒന്ന് കൊണ്ടുപോകാം, ഇത് കൊണ്ടുപോകട്ടോ അത്, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും വെട്ടി വള്ളിയൊക്കെ കളയും. നമ്മൾ കിച്ചാപ്പിന് കൊടുക്കാം കേട്ടോ. കിച്ചാപ്പിന് ഇത് പൊന്തുണ്ടോ കേട്ടോ. ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, പൊന്തുണ്ടോ? ഇന്നാളെ കൊണ്ടുവച്ചാ അപ്പോൾ നമ്മുടെ വെള്ളരിക്കയുടെ വള്ളിയൊക്കെ പോയിട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ വള്ളിൻ്റെ ഭാഗത്തുള്ള പുല്ലൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചീരയൊക്കെ ഇപ്പോൾ ഏകദേശം കറക്റ്റ് ടൈമാണ്. കുറേയൊക്കെ പറിച്ചു കേട്ടോ. ഇതിപ്പോൾ പറിച്ചില്ലെന്നുണ്ടെങ്കിൽ മൂക്കും, ഇതിനൊന്നും പറ്റില്ല കേട്ടോ. തന്നെ ചെറുതായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കേട്ടോ, ഈ ഒരു ചെറിയ ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, പുല്ലരിഞ്ഞ് സമയമില്ല കേട്ടോ നമുക്ക് പോണേ. അപ്പോൾ ഒരു കുമ്പളങ്ങ അമ്മ പറിക്കാൻ പറഞ്ഞേ, പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇച്ച പിടിച്ചാ കമോൺ, പൊന്തണില്ലേ? എന്തിനു കവറാങ്ങിയത്? രണ്ട് ചെറിയ വെള്ളരിക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇച്ചപ്പോട്ട് നമ്മളിങ്ങനെ കവറൊക്കെ കുളമാക്കിട്ടോ. പിന്നെ ഇത് നമ്മൾ ഏകദേശം ഒക്കെ മൂത്തിക്കണേ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇപ്പോൾ പറിച്ചിട്ടുണ്ടെങ്കിലേ നടക്കുള്ളേ. കുറച്ച് ചീരയും കിട്ടി കേട്ടോ. നമ്മുടെ സ്വന്തം ചീര കേട്ടോ. പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിന്, പ്രത്യേകിച്ച് ഒരു വളവുമില്ല, എന്നാലെ ഉണ്ടായതാണ്. നമ്മുടെ സംഭവങ്ങളൊക്കെ അങ്ങനെ കേട്ടോ, പൈസ മുടക്കി പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല, തന്നാലെ ഉണ്ടായാൽ ഉണ്ടാവും. ഇച്ചപ്പോ പിടിച്ചോ, ഇങ്ങനെ കടത്തി പിടിച്ചോ, ചോറി കിട്ടോ, അവിടെ പിടിച്ചോ. രാവിലെ ഉറക്കത്തിൽ വിളിച്ച് എണീച്ച് കൊണ്ടുവരാം കേട്ടോ. അപ്പം അതിൻ്റെ ചെറിയ മുഖത്തൊക്കെ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പോത്തുകൂട്ടനും പശുക്കുട്ടിക്കുള്ള പുല്ല് നമ്മൾ അരി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇനി ചാക്കിലാക്കാം കേട്ടോ. ബൈക്കിലായതുകൊണ്ടേ പുല്ല് കെട്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റൂലേ. നമ്മൾ എന്ത് ചെയ്യുക, ചാക്കിൽ നിറച്ച് കൊണ്ടുപോകാം കേട്ടോ. പരമാവധി ടമ്പറാക്കി നിറയ്ക്കുക. എന്നിട്ട് അപ്പോൾ ബൈക്കുമ്മ നിൽക്കുള്ളൂ കേട്ടോ മര്യാദക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റിക്കൊണ്ടുകൊണ്ട് വരും. ബൈക്കിൽ വെക്കാനുള്ളതാണ്. അപ്പം നല്ല രീതിയിൽ കെട്ടിയാലേ നിൽക്കുള്ളൂ കേട്ടോ. പുല്ലും കുമ്പളൊക്കെ കെട്ടിട്ടോ. ഇനി നമുക്കത് കൊണ്ടുവയ്ക്കട്ടോ വണ്ടി വെക്കി. വലിയ വെയിറ്റ് ഒന്നുമില്ല കേട്ടോ, ഒരു ചെറിയ വെയിറ്റേ ഉള്ളൂ. ഗ്യാപ്പുണ്ടോ?
അപ്പൊ നമ്മൾ ഇവിടെ വിജയകരമായിട്ട് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇതാ വെള്ളരിക്കന്റെ വള്ളി തീർന്നേ. പിന്നെ ഒരു കുമ്പളത്തിന്റെ വള്ളിയും വെട്ടിയിട്ടുണ്ട്. അത് നല്ല കുമ്പളത്തിന്റെ അല്ല, നമ്മളെ ആ പീച്ചിങ്ങനെ താഴത്തുള്ളതിൽ. അപ്പോഴേ പുല്ല് വീട്ടിലെത്തിട്ടോ. നമുക്ക് എന്ത് ചെയ്യാ, നമ്മുടെ സുന്ദരനൊക്കെ കൊടുക്കാം കേട്ടോ. നമ്മുടെ മെയിൻ ആള് ഇവിടെ കാത്തിരിക്കട്ടെ പുല്ലിന്. അപ്പൊ കുത്തി നിറച്ചോണ്ടേ കിട്ടാൻ കുറച്ച് പണിയാണേ. മിക്കവാറും ഒക്കെ പുറത്തേക്ക് കളയും കേട്ടോ.